സർ, അമേരിക്കയും റഷ്യയും ഒക്കെ ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇതാ സൗദി അറേബ്യയും ക്രൂഡ് ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിച്ചു എന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് പുറത്തുവരുന്നത്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ അമേരിക്കയും റഷ്യയും സൗദി അറേബ്യയും ഒക്കെ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം എന്താണ്? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ വാർത്ത നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു, വില കുറയ്ക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കിതൊരു നല്ല വാർത്തയാണ് എന്ന് തോന്നും. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള പ്രേരകം എന്താണ്? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? നമുക്ക് അതിന്റെ ഓരോ രാജ്യങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ സൗദി അറേബ്യ അവര് ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവര് കയറ്റുമതി വർദ്ധിപ്പിച്ചു, വില കുറയ്ക്കാൻ തയ്യാറാവുന്നു. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള താരിഫിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് സൗദി അറേബ്യ എടുത്ത നിർണായകമായ തീരുമാനം. സൗദി അറേബ്യ ഓരോ രാജ്യത്തേക്ക് എണ്ണ വിൽക്കുന്നത് ഓരോ വിലയ്ക്കാണ്. ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്ന വില അതല്ല അത് അമേരിക്കൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വിൽക്കുന്നത്. അങ്ങനെ ഓരോ ഭൂഖണ്ഡങ്ങളിലേക്കുമുള്ള സൗദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിയിലും എണ്ണയുടെ വിലയിലും വ്യതിയാനങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടി സൗദി അറേബ്യ വിലയുടെ കാര്യത്തിൽ കുറവ് വരുത്തുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് അവിടെ നിൽക്കട്ടെ. അമേരിക്കയിലേക്ക് പോയാൽ അമേരിക്ക എണ്ണ കയറ്റുമതി, എണ്ണ ഉൽപാദനം, അത് രണ്ടിലും കാര്യമായി ശ്രദ്ധ കൊടുക്കാതെ അവരുടെ എണ്ണ, കൈവശമുള്ള എണ്ണ റിസർവിൽ വെക്കുന്ന ഒരു നയമായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ നയം തിരുത്തിയെന്ന് വേണം കരുതാൻ. അമേരിക്ക ഉൽപാദനം കൂട്ടുന്നു. അമേരിക്ക ഉൽപാദനം കൂട്ടുന്നു എന്ന് പറയുമ്പോൾ അത് സൗദി അറേബ്യ കൂട്ടുന്നത് പോലെ അല്ല. സൗദി അറേബ്യയിൽ മണലാരണ്യത്തിൽ ചുമ്മാ കുഴി കുത്തിയാൽ ചുമ്മാ എണ്ണ ഇങ്ങ് കിട്ടും. അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ അത് ഷെല്ല് അടിസ്ഥാനത്തിലുള്ള ഉൽപാദനമാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ പാറകൾ തുരക്കുമ്പോൾ പാറകൾക്കിടയിൽ നിന്നാണ് എണ്ണ വരുന്നത്. മണല് കുഴിക്കുമ്പോൾ കിട്ടുന്ന പോലെ എളുപ്പമല്ല. അപ്പൊ വൻതോതിൽ ചെലവ് വരുത്തി വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അമേരിക്ക ഈ ഷെല്ല് പെട്രോളിയം എടുക്കുന്നത്. അത് എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഗതികേടായി എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. റിസർവ് വെച്ചിരുന്നത് എടുക്കാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പഴഞ്ചൊല്ലി പറയും, വിത്ത് കുത്തി ഉണ്ണുക എന്ന് പറയും. കഷ്ടകാലത്തിന് ഉപയോഗിക്കാൻ വെച്ചിരുന്ന വിത്ത് അരി വെക്കാൻ വേണ്ടി, കഞ്ഞി വെക്കാൻ വേണ്ടി കുത്തി ഉപയോഗിക്കുന്നതിനാണ് വിത്ത് കുത്തി ഉണ്ണുക എന്ന് പറയുന്നത്. അമേരിക്ക ഇപ്പൊ ഏതാണ്ട് ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയെ പിടിമുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് എണ്ണ മേടിക്കാനുള്ള കാശില്ലെന്നുള്ളതാണ് സത്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമേരിക്ക. അതായത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഓയിൽ പ്രതിസന്ധിയിലേക്ക് മാറാതിരിക്കാൻ അമേരിക്ക ഒരു മുൻകരുതൽ എടുക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ഇപ്പൊ യുദ്ധമുള്ളത് കൊണ്ട് ധാരാളം പണത്തിന്റെ ആവശ്യമുണ്ട്, ഒപ്പം തന്നെ ഓയിലിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് റഷ്യ രണ്ട് കാരണങ്ങളാൽ ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കാൻ വേണ്ടിയും സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയും. ചുരുക്കി പറഞ്ഞാൽ ആഗോളതലത്തിൽ ഇപ്പോൾ കാണുന്ന ഈ വർദ്ധിച്ച എണ്ണ ഉൽപാദനവും വിൽപ്പനയും അതാത് രാജ്യങ്ങളുടെ സാമ്പത്തിക നില പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു അഭ്യാസമായിട്ട് വേണം കണക്കാക്കാൻ. ഇപ്പൊ സൗദി അറേബ്യയെ സംബന്ധിച്ച്, ഒപ്പക് രാജ്യങ്ങളെ സംബന്ധിച്ചും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. പകരം ഊർജ സ്രോതസ്സുകൾ ലോകമെമ്പാടും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഇന്ത്യ വൻതോതിൽ 80% എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇന്ത്യ ഇപ്പോൾ വൻതോതിൽ സോളാർ പ്രോത്സാഹിപ്പിക്കുന്നു, ഇലക്ട്രിക് കാറുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് വിജയം കാണുകയാണെങ്കിൽ നമ്മുടെ ഇറക്കുമതി വൻതോതിൽ വെട്ടിക്കുറയും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇത് സംഭവിക്കുകയാണ്. അതുകൊണ്ട് എണ്ണ വിറ്റ് ജീവിക്കാം എന്നുള്ള മോഹമൊന്നും ഇപ്പോൾ സൗദി അറേബ്യക്കും ഒപ്പക് രാജ്യങ്ങൾക്കും ഇല്ല. അവർ മറ്റ് ബിസിനസ്സുകളിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ റഷ്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ വിറ്റ് അല്ലാതെ ഇപ്പോൾ ഉടനെ ഒന്നും ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് റഷ്യയെ സംബന്ധിച്ച് യുദ്ധവും സ്വന്തം ആവശ്യവും ഇത് രണ്ടും നിറവേറ്റണമെങ്കിൽ വൻതോതിൽ എണ്ണ വിറ്റഴിക്കണം. ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യക്ക് ഗോൾ അടിച്ചല്ലോ. കാരണം ചുരുങ്ങിയ വിലയ്ക്ക് എവിടുന്ന് വേണേലും എണ്ണ മേടിക്കാം. ഇപ്പൊ റഷ്യയിൽ നിന്ന് വാങ്ങാം, സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങാം. അമേരിക്ക എണ്ണ വിൽക്കാനുള്ള ഒരു പാകൊന്നും ഇല്ല. ഉള്ളത് എടുത്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയാണ്, ഇറക്കുമതി കുറയ്ക്കാനാണ് സാധ്യത. പക്ഷേ ഇതിലൊരു അപകടം കിടപ്പുണ്ട്. അതായത് ആഗോള എണ്ണ വിപണിയിൽ അമേരിക്കയുടെ സ്വാധീനമുള്ള സൗദി അറേബ്യയുടെ
പങ്കിനെ കടത്തിവെട്ടിക്കൊണ്ട് റഷ്യ എണ്ണ വിൽക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ റഷ്യക്ക് അത് ചെയ്യാൻ നിർവാഹമില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധി വരാതിരിക്കണമെങ്കിൽ വിറ്റേ പറ്റൂ. അത് കിട്ടുന്ന വിലയ്ക്ക് വിറ്റേ പറ്റൂ. നമ്മൾ ഓർക്കണം, $35 ഒരു ബാരലിനാണ് റഷ്യ ഇപ്പോ ഇന്ത്യക്ക് എണ്ണ തരുന്നത്. അതും ചുമ്മാ നമ്മുടെ രൂപ കൊടുത്താൽ മതി. അവർക്ക് റൂബിളും വേണ്ട, അവർക്ക് ഡോളറും വേണ്ട, ഒന്നും വേണ്ട. ഇന്ത്യൻ രൂപയ്ക്കാണേലും എത്ര വേണേലും എണ്ണ തരാമെന്ന് റഷ്യ പറഞ്ഞിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്, അതുപോലെ തന്നെ ഒപെക് രാജ്യങ്ങൾക്കും തിരിച്ചടിയാണ്. അതുകൊണ്ട് അമേരിക്കയും ഒപെക് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ റഷ്യക്കെതിരെ ഈ ആഗോള എണ്ണ വ്യാപാര രംഗത്ത് കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ട്രംപ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ട്രംപിന്റെ കടുത്ത നടപടികൾ വരികയാണെന്നിരിക്കട്ടെ, റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് ബ്ലോക്ക് ഏർപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നാൽ എണ്ണ വില കുതിച്ചു വരും. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം അമേരിക്ക ചെയ്യാതിരിക്കില്ല. അങ്ങനെ വന്നാൽ നമുക്ക് ഏറെ ദിവസങ്ങളൊന്നും ഇത് സന്തോഷിക്കാനുള്ള ഇട നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് റഷ്യ എണ്ണ വില കുറച്ചില്ലേ, ഒപെക് രാജ്യങ്ങൾ കുറച്ചില്ലേ, എന്നാൽ നമുക്ക് കുറച്ചുകൂടെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഇതൊരു ആഭ്യന്തര സാമ്പത്തിക ശീതയുദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന് വരും. ആഭ്യന്തരം എന്ന് ഞാൻ പറയാൻ കാര്യം, എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ആഭ്യന്തര ശീതയുദ്ധത്തിലേക്ക് മാറുകയും അമേരിക്ക എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ മേൽ പിടിമുറുക്കുകയും ചെയ്താൽ എണ്ണ വില കുതിച്ചു വരും. അങ്ങനെ കുതിച്ചു വരാൻ അധികം ദിവസമൊന്നും വേണ്ട. അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എണ്ണവില ഇപ്പോൾ പെട്രോൾ ഡീസൽ വില കുറച്ചാൽ നമുക്ക് അത് തിരിച്ചടിയാവും. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഈ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സാമ്പത്തികമായ മുൻകരുതൽ എടുക്കുകയും കിട്ടുന്നിടത്തോളം എണ്ണ വില കുറച്ച് വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുക. ഈ വാങ്ങി സൂക്ഷിക്കുക എന്ന് പറയുന്നതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് എണ്ണ അതായത് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ, ഹൈസ്പീഡ് ഡീസൽ, വിമാനത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം, ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലാണ് ഇന്ത്യ. അപ്പോ ഇത് കേൾക്കുന്നവർ ചോർക്കും, ഇതെങ്ങനെ സാധിക്കുന്നു? നമുക്കുണ്ടോ എണ്ണയുള്ളൂ, നമ്മൾ ഇറക്കുമതി ചെയ്യല്ലേ എന്ന് തോന്നും. സംഗതി ശരിയാണ്. ഈ ഗൾഫ് രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ, താലൂക്കിന്റെ മാത്രം വലിപ്പമുള്ള കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. പക്ഷെ എണ്ണ ഒത്തിരിയുണ്ട്. ഈ കുഴിച്ചെടുക്കുന്ന എണ്ണ മുഴുവൻ സ്റ്റോർ ചെയ്യാൻ ഇവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ശേഖരിച്ചു വെക്കുന്നത്. അതായത് തറവാടായി കൊടുത്തിരിക്കുകയാണെന്ന് നാടൻ ഭാഷയിൽ പറയാം നമ്മള്. എന്നാൽ അതിന്റെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? ഈ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, ഹൈസ്പീഡ് ഡീസൽ എന്നിവ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ പകുതി മാത്രം തിരിച്ചു കൊടുത്താൽ മതി. ബാക്കി പകുതി നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അതുകൊണ്ട് ഈ കച്ചവടം ഇന്ത്യ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഈ വില കുറഞ്ഞ സമയത്ത് ഇത് മേടിച്ചിട്ട് ഇതെല്ലാം പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഹൈസ്പീഡ് ഡീസലും ആക്കി മാറ്റി, അതായത് ഏവിയേഷൻ ഫ്യൂവൽ, വിമാനത്തിന് പറപ്പിക്കാനുള്ള സാധനം, ഇന്ധനം, ഇത് നമ്മൾ കണ്ടമാനം വിൽക്കുന്നുണ്ട്. ആ ബിസിനസ് മേഖലയിൽ നമുക്ക് ലാഭം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ നമ്മുടെ ഇന്റേണൽ മാർക്കറ്റിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുറച്ചാൽ നാളെ ഇത് കുതിച്ചു വരുന്ന ഒരു സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരും. അതുകൊണ്ട് ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ എണ്ണ കമ്പനികൾ ഈ കാര്യത്തിൽ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. സ്വകാര്യ പെട്രോൾ പമ്പുകൾ നമ്മൾ നോക്കൂ. ഇപ്പൊ ജിയോ ആണെങ്കിലും നയര ആണെങ്കിലും സർക്കാരിന്റെ പമ്പിനേക്കാൾ ₹1 വില കുറച്ച്, ചിലപ്പോൾ ₹2 വില കുറച്ചാണ് പെട്രോളും ഡീസലും വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഗുണം ഗവൺമെന്റിനെ പോലെ കരുതി വെക്കേണ്ട കാര്യമില്ല. കാരണം അത് സ്വകാര്യ കമ്പനികളാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എണ്ണ വില കുറച്ച് കിട്ടുന്ന ഈ സമയത്ത് അവർ ഡീസലും പെട്രോളും വില കുറച്ച് വിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പെട്രോൾ പമ്പിൽ നോക്കൂ, ഞാനിപ്പോ ചെല്ലുമ്പോൾ ജിയോയുടെയോ അല്ലെങ്കിൽ നയരയുടെയോ ആണ് അടിക്കുന്നത്, ഡീസൽ അടിക്കുന്നത്. കാരണം ₹1 ₹2 വിലക്കുറവുണ്ട്. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ഗവൺമെന്റ് പമ്പുകളിൽ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന് കരുതൽ ധനം സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. നാളെ ഒരു അട്ടിമറി ഉണ്ടായാൽ, എണ്ണവില കുതിച്ചു കയർന്നാൽ നയരയ്ക്കും ജിയോയ്ക്കും ചുമ്മാ വില കൂട്ടാം. പക്ഷേ ഗവൺമെന്റ് പമ്പുകൾക്ക് വെറുതെ വില കൂട്ടാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഓയിൽ പ്രൈസ് മെക്കാനിസം, ഓയിൽ പൂൾ മെക്കാനിസം എന്നൊക്കെ പറയുന്നത് ഇന്ത്യ വളരെ കരുതലോട് കൂടി നീങ്ങുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് ഈ വാർത്ത കേട്ട് നമുക്ക് അധികം തുള്ളിച്ചാടാനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.
എന്തായാലും ഈ വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ സൗദി അറേബ്യയും അമേരിക്കയും റഷ്യയും ഒക്കെ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടിൽ ഇന്ത്യക്ക് അധികം സന്തോഷിക്കാനായിട്ടില്ല, തുള്ളിച്ചാടാനായിട്ടില്ല എന്നുള്ളതാണ് ചർച്ചയിൽ നിന്നും വ്യക്തമാവുന്നത്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.